കാട്ടിക്കൂടെ നടക്കാൻ എന്ത് രസമാണ്. നല്ല നല്ല കുറെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷികളുടെ സൗണ്ട് അല്ലേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. പുഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നല്ല രസമുണ്ട്. ഇങ്ങനെ കുറെ യാത്ര ചെയ്യാൻ പറ്റും, എന്ത് രസമായിരുന്നു. ലൈഫ് ഫുള്ള് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, ഭയങ്കര രസമായിരിക്കും അല്ലേ. യെസ്, ഹലോ മഗേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SP. അപ്പൊ മിസ് ഇന്ന് വെറുതെയാണ് ഒരു ജംഗിൾ സഫാരി നടത്തിയിട്ടുള്ളത്? അല്ല, അപ്പൊ നിങ്ങൾക്ക് എന്തോ കാര്യം മിസ്സിന് അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മള് അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ കുറെ പക്ഷികളെ പറ്റിയിട്ട് മൃഗങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പുതിയതായിട്ടുള്ള സ്കൂളുകളൊക്കെ നിങ്ങൾ ചിലര് പുതിയ ക്ലാസ്സിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരിക്കും, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനൊപ്പം തന്നെ ബേസിക് സയൻസിന്റെ കുഞ്ഞാറ്റുള്ള കുറച്ച് കാര്യം കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒറ്റയല്ലൊരു ജീവിതം അല്ലെങ്കിൽ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു കുഞ്ഞായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഈ ഒരു സാധനം നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബേസിക് സയൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഭയങ്കര രസമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബേസിക് സയൻസ് പറയുന്നത്. അപ്പൊ അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പറയുന്നത് ഇതുപോലെ ജംഗിൾ സഫാരി ഇഷ്ടമുള്ളവര്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് തന്നെ മിസ് എന്ത് ചെയ്തിട്ട് ഒരു പക്ഷിനെ വെച്ചിട്ടുണ്ട് അല്ലെ. ഈ പക്ഷിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പേര് നീലപ്പൊന്മാൻ എന്നാണ് അല്ലെ, കിങ് ഫിഷർ എന്നാണ് ഇതിന്റെ പേര് അല്ലെ. അപ്പൊ ഈ കിങ് ഫിഷർ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്, ഏത് ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുക? ഈ പറയുന്ന ആളുകൾ ഇപ്പൊ നോക്കിയാലും നമ്മുടെ ഈ കുളത്തിന്റെ സൈഡില് അതുപോലെ വെള്ളമുള്ള സൈഡിൽ നോക്കി നിൽക്കുകയാണ്, മീനുണ്ടോ എന്നല്ലേ. അവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ, ഈ പറയുന്ന പോലെ മീനുകളാണ്. അപ്പൊ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ടാണ് ആരിയ്ക്കുക, ഈ പറഞ്ഞ നമ്മുടെ കിങ് ഫിഷർ അല്ലെങ്കിൽ പൊന്മാൻ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ കിങ് ഫിഷർ ലീവ്സ് ബറോസ് ഓഫ് ദ റിവർ ബാങ്ക് ആൻഡ് നിയർ ദ പോണ്ട്സ്. ഈ പോണ്ടുകളുടെ അതുപോലെ റിവർ ബാങ്കിന്റെ ഒക്കെ സൈഡിലായിട്ടാണ് മൂപ്പർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ വരുമോ, മീനുണ്ടോ, ഇന്നത്തെ ഫുഡ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നീലപ്പൊന്മാനെ പറ്റി നമ്മളിപ്പോ പഠിച്ചില്ലേ, എവിടെയാണ് അത് ജീവിക്കുന്നത്, എന്താണ് ഇതിന്റെ ഫുഡ് എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് ഇനി അടുത്ത വേറെ കുറച്ച് ആളുകളെ നോക്കിയാലോ. ഇപ്പൊ നീലപ്പൊന്മാൻ മീനിനെ കഴിക്കുന്നു, മീന് വെള്ളത്തിലുണ്ട്, ഒക്കെ നമുക്കറിയാം. അതുപോലെ ഇപ്പോ ആടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആട് കഴിക്കുന്ന ഭക്ഷണം എന്താടാ, നമുക്ക് എല്ലാവർക്കും അറിയാം, പുല്ലാണ് കഴിക്കുന്നത് അല്ലെ. സസ്യഹാരി ആയിട്ടുള്ള പാവമടിച്ച ഒരാളാണ് നമ്മുടെ ആട്, ഗോട്ട്. ഇനി അടുത്ത നോക്കിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ജീവിയെ നമുക്ക് നോക്കാം, മുയല്, റാബിറ്റ്. പലരുടെ വീടുകൾ വളർത്തുന്നതായിരിക്കും റാബിറ്റ് ആണ് അല്ലെ. അപ്പൊ റാബിറ്റ് എന്താ കഴിക്കുക, ക്യാരറ്റ് കഴിക്കും, ഇതുപോലെ പ്ലാന്റ്സിനെ കഴിക്കും. അവരും ഒരു തരത്തിലെ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയാണ് കഴിക്കുന്നത്. ഇനി ഡിയറിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ മാനിന്റെ കേസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇവരൊക്കെ എന്ത് ചെയ്യാണ്, പരസ്പരം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് തിന്നും, പുല്ല് ഇയാള് തിന്നും, ഇയാളെ വേറെ ആള് തിന്നും, അങ്ങനെയാണ് ഇവര് കണക്റ്റഡ് ആയിട്ട് പോകുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുളത്തിൽ നോക്കടാ, കുളത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറെ കണക്ഷൻസ് കിട്ടും. നോക്കുക, ഈ പറയുന്ന പോലെ കുഞ്ഞായിട്ടുള്ള മീനുകളുണ്ട്. മീനിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൊക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. മീനെ അവിടെ നിൽക്കുക, നിന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പറയാണല്ലേ. അതേപോലെ വേണമെങ്കിൽ കാക്ക തിന്നും. ആൻഡ് അതുപോലെ പുഴുക്കൾ ഉണ്ട് ഇവിടെ നിറയെ. ആൻഡ് പുഴുവിനെ പുൽച്ചാടി തിന്നും, പുൽച്ചാടിനെ തവള തിന്നാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ സസ്യത്തിനെ ആഹാരമാക്കുന്ന ജീവികളുണ്ട്, അല്ലാത്ത ആളുകളും ഉണ്ട് അല്ലെ. സസ്യത്തെ ആഹാരമാക്കുന്നതാണ് ഈ സ്മോൾ ഫിഷസ്, അതുപോലെ ഗ്രാസ് ഷോപ്പർ അല്ലെങ്കിൽ പുൽച്ചാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോംസ് അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഇതിലുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, സസ്യത്തിനെയാണ്, പ്ലാന്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡായിട്ട് കഴിക്കുന്നത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന സാധനത്തില് സസ്യത്തെ കഴിക്കുന്ന കുറെ ആളുകളുണ്ട്, അതേ സാധനത്തിനെ പിന്നെ വേറെ തിന്നുന്ന ആളുകളും ഉണ്ട്. ഇവര് പരസ്പരം ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ മീനിനെ വലിയ മീന് തിന്നും, ആ വലിയ മീനിനെ കൊക്ക് തിന്നും അല്ലെ. അപ്പൊ ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കും? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇതേപോലെ നോക്കാം, പ്ലാന്റ്സിനെ തിന്നുന്ന സ്മോൾ ഫിഷ്, സ്മോൾ ഫിഷിനെ ലാർജ് ഫിഷ് തിന്നുന്നു, അതിനെ ക്രെയിൻ തിന്നുന്നു. എന്നുവെച്ചാൽ ചെറിയ മീനുകളെ വലിയ മീന് തിന്നും, അതിനെ ആര് തിന്നും, കൊക്ക് തിന്നും. ആൻഡ് അടുത്തത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഗ്രാസ് ഷോപ്പർ പുൽച്ചാടിനെ തിന്നുന്ന തവളയുണ്ട്, തവളിനെ ആര് തിന്നും മക്കളെ, ഈ പറഞ്ഞ പോലെ ക്രെയിൻ തിന്നും അല്ലെ. അപ്പൊ അതേപോലെ ഈ പറഞ്ഞ പോലെ ക്രെയിൻ തിന്നും. ഇനി ബേംസ് ആണ്, പുഴുക്കളാണെന്നുണ്ടെങ്കിൽ പുഴുക്കളെ ആര് തിന്നും, കാക്ക തിന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. അതിനൊരു പേരുണ്ട്, അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കള് ശ്രദ്ധിച്ചിരുന്നോ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്.
അപ്പൊ നോക്ക, പുല്ല്, ഗ്രാസിനെ തിന്നുന്ന ഗ്രാസ് ഷോപ്പ്, പുൽച്ചാടിനെ തിന്നുന്ന തവളയുണ്ട്, തവളേനെ ആര് തിന്നും വേണമെങ്കിൽ പാമ്പ് തിന്നും, പാമ്പിന് ഇതേപോലെ കഴുകൻ, വൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ഇതൊരു ഫുഡ് വെബിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇനിയിപ്പൊ അടുത്തത് നമുക്ക് വേണമെങ്കിൽ പറയാം, സസ്യത്തെ തിന്നുന്ന മാനുണ്ട്, ഡിയർ ഉണ്ട്, പ്ലാന്റിനെ തിന്നുന്ന ഡിയറിനെ തിന്നുന്ന സിംഹമുണ്ട്. സിംഹാവാം, കടുവയാകാം, എന്തുവാവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ഭക്ഷിക്കാം അല്ലെ. ഇനിയോ സസ്യത്തെ തിന്നുന്ന മുയലുണ്ട്, മുയലിനെ ആര് തിന്നൂടാ? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ പോലെ സിംഹവും കടുവയും പുലിയൊക്കെ വന്നു കഴിഞ്ഞാൽ തിന്നുന്നതാണ് ഈ പറഞ്ഞ പോലെ മുയലിനെയും അതേപോലെ തന്നെ മാനിനെയും ഒക്കെ തിന്നാറുണ്ട് അല്ലെ. ഇനി അടുത്തത് സസ്യത്തെ തിന്നുന്ന പുൽച്ചാടിയുണ്ട്, പുൽച്ചാടിനെ തിന്നുന്ന തവളയുണ്ട് അല്ലേടാ. അപ്പൊ റാബിറ്റിനെ തിന്നുന്ന ടൈഗർ ആവാം, ലയൺ ആവാം, ഏതുമാകാം. ആൻഡ് പ്ലാന്റ് തിന്നുന്ന ഗ്രാസ് ഷോപ്പിനെ തിന്നുന്ന ഫ്രോഗ് ആയിരിക്കാം. ആ ഫ്രോഗിനെ പിന്നെ സ്നേക്ക് വേണമെങ്കിൽ തിന്നാം, പാമ്പ് തിന്നാം. പാമ്പ് ഇര വിഴുങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ തവളെ പോലുള്ള സാധനങ്ങളൊക്കെ ഇര വിഴുങ്ങിയിട്ട് ഒരു കിടപ്പുണ്ട് പാമ്പ്, പിന്നെ അനങ്ങില്ല അല്ലെ. അത്രയും എന്താണ് ഫുഡ് കഴിക്കുന്ന ഒരു സാധനം, എന്ന് വെച്ചാൽ പാമ്പ് കഴിക്കുന്ന ഒന്നാണ് ഈ ഫ്രോഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പരസ്പരവിധ ഫുഡിന് വേണ്ടിയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം. സോ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ പരസ്പര ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് നോൺ ആസ് ഫുഡ് വെബ്. അപ്പൊ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫുഡ് വെബുകൾക്കുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ പഠിക്കണം. അത് ഇത് മാത്രമല്ല, ഏത് വേണേലും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ഫുഡ് വെബ് എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ് എന്താണ്, ആ ഒരൊറ്റ കാര്യം പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം ഭയങ്കര തറവായിരിക്കും, സെറ്റ് ആയിരിക്കും. ഓക്കേടാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഇവരിങ്ങനെ കഴിക്കണം. ഒരാളെ തിന്നും, അടുത്താളെ തിന്നും, അത്രയേ ഉള്ളൂ. ഗ്രാസ് തിന്നുന്ന ഗോട്ടിനെ തിന്നുന്ന ടൈഗർ, അതൊരു ഫുഡ് വെബിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. ഇനി അതേപോലെ വേറെ നമുക്ക് വേണമെങ്കിൽ പറയാം ഗ്രാസ് അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന പുഴുക്കളുണ്ട്, പുഴുക്കളെ കോഴി തിന്നില്ലേ? ആ കോഴീനെ ആര് തിന്നും? അത് ചോദിക്കാറുണ്ട്. നമ്മൾ എന്നെ കടിച്ച് മുറിച്ച് വലിച്ച് 65 ആയിട്ടും മന്തി ആയിട്ടും ഗ്രില്ലായിട്ടൊക്കെ കഴിക്കുന്നില്ലേടാ. അപ്പൊ നമ്മളും ഒരു ഫുഡ് വെബിൽ പെട്ടിട്ടുള്ള ആഹാര ശൃംഖലാ ജാലത്തിൽ പെട്ടിട്ടുള്ള ഒരാളുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. സോ എക്സാമ്പിൾസും അതുപോലെ എന്താണ് അത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വളരെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളോട് എഴുതാൻ വേണ്ടി ചോദിക്കാം, ഫുഡ് വെബുകൾ നിങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ കുറെ എണ്ണം എഴുതി കൊടുക്കുക. അപ്പൊ ഗ്രാസിനെ തിന്നുന്ന ഡിയറിനെ തിന്നുന്ന ടൈഗർ. ആൻഡ് ഗ്രാസ് അതിനെ തിന്നുന്ന റാറ്റ് ഉണ്ട്, കുഞ്ഞായിട്ടുള്ള എലിയുണ്ട്, എലിനെ കുറുക്കൻ തിന്നുന്നു, കുറുക്കനെ കുരങ്ങൻ തിന്നുന്നു, കുരങ്ങനെ കഴുകൻ തിന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം കണക്റ്റഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പൊ ഇത് എഴുതി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫുഡ് വെബ് എന്നുള്ള ഒരു കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്റർ എന്നല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ തരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എന്റെ മക്കൾക്ക് അറിയാം. എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ പറ്റിയത് വലിയ സമയത്തിന്റെ ബുദ്ധിമുട്ട് വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം. സോ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പൊ പൃഥ്വി ബാച്ചില് ഇപ്പൊ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഇനിയും ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ ഞാൻ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. നമ്മൾ അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. എന്റെ മക്കൾക്ക് ഓണപരീക്ഷയ്ക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കുന്നോ, എങ്ങനെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. സോ അതുകൊണ്ട് നമ്മൾ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പൃഥ്വി ബാച്ചിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ ഈ ഒരു കാര്യം അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങൾ പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാ മക്കളും അടിപൊളിയായിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിക്കോ. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയില്. അതുവരേക്കും ബൈ. സീ യു ഡിയേഴ്സ്, ബൈ.